വിദ്യാർത്ഥികൾക്കൊരു വലിയ ആശങ്കയാണ്. ഇത് നീട്ടിക്കൊണ്ടു പോകാൻ ഒരു തരത്തിലും സർക്കാരിന് അത് ന്യായീകരണമില്ലാത്ത കാര്യമായി മാറുകയും ചെയ്യും. വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഈ നാട് വിട്ടു പോകുന്നു എന്നൊക്കെയുള്ള പഴിയും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു അപ്പീലിലേക്ക് പോകുന്നു, ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നത് ആ ഒരു നടപടിയിലേക്കൊക്കെ സർക്കാർ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് ശ്രീജിത്ത്? അനുജ, സർക്കാരിനിപ്പോൾ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും ഉത്തരവ് മറികടക്കുന്നതിനായി നിയമ നടപടിക്കുള്ള ഒരു മാർഗം മേൽക്കോടതിയെ സമീപിക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യം ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഫലപ്രഖ്യാപനം നടത്തണം. നേരത്തെ ജൂൺ 30 നടന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള റിസൾട്ടിൽ നിന്ന് പിന്മാറണം. ഈ രണ്ട് വഴികളിൽ ഏത് വഴിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അഞ്ച് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് +2 റിസൾട്ട് വന്നു. CBSEയുടെയും ICC സിലബസിൻ്റെയും +2 റിസൾട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾ, അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതര സംസ്ഥാനത്തെ കോളേജുകളിലേക്ക് അവർക്ക് സമയം നഷ്ടപ്പെടാതിരിക്കാൻ, വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത് അവർ ഇതര സംസ്ഥാനങ്ങളിലെ കോളേജുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനെ ഹബ്ബാക്കി മാറ്റും എന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം നടപ്പിലാകണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാക്കി തരൂ. അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ട് പഴയ മാർഗത്തിലേക്കെങ്കിൽ അങ്ങനെ. ഈ ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് സർക്കാർ നിൽക്കുന്നത്. സർക്കാരിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ തീരുമാനം എന്ത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് സർക്കാരിൻ്റെ തുടർ നീക്കം എന്ത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. ഡോക്ടർ ബിന്ദു, തൽക്കാലം നമ്മൾ നേരത്തെ അവരുടെ പ്രതികരണത്തിനായി ശ്രമിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് വിശദമായി തന്നെ കാര്യങ്ങൾ പറയാൻ അവർ അല്പസമയത്തിനകം തയ്യാറാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.